ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാംക്രാഫ്റ്റിൻ്റെ ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാംക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്സിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഗ്ഷെൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ആ ഒരു എഗ്ഷെല്ലിന് പുറമെ നമ്മളിങ്ങനെ കാടക്കോഴിയുടെ ഒരു എഗ്ഷെല്ലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കളേഴ്സാണ്. ബ്ലാക്കും വൈറ്റും ഗോൾഡൻ കളറുമാണ്. ഈ 3 കളർ തീമിലാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു എഗ്ഷെല്ലിന് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ എഗ്ഷെല്ലിന് ഒരു 2 ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ അതിൽ എഗ് വൈറ്റ് എഗ് യോക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്നിങ്ങനെ ഫെവിക്കോൾ കൊണ്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് 2 ഹോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് അതിൽ എഗ് വൈറ്റ് എഗ് യോക്കൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ ഈ ഒരു ഈസ്റ്റർ ക്രാഫ്റ്റിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എടുത്തിട്ടുള്ള ഒരു എഗ്ഷെല്ലിനൊക്കെ നമ്മൾ ആ ഒരു ഹോൾസൊക്കെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ബ്ലാക്ക് കളർ ഞാൻ ഒരു എഗ്ഷെല്ലിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചോക്ക് പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടാവും. ചോക്ക് പെയിൻറ്റ് ആകുമ്പോൾ അത്ര ഷൈനിങ് ഇല്ലാതെ ഒരു നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എഗ്ഷെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് കളർ അടിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എഗ്ഷെല്ലിൽ ഞാനിവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടല്ല, അതിൻ്റെ ഒരു പകുതി മാത്രം ഇങ്ങനെ ബ്ലാക്ക് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ വൈറ്റിലേക്ക് ഇങ്ങനെ ലൈൻസ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും, ആ ഒരു ബ്രഷിൻ്റെ ലൈന് മാത്രം ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ചുറ്റുഭാഗം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 എഗ്ഷെല്ലിൽ ഇവിടെ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. 2 കംപ്ലീറ്റ് ആയിട്ടും പിന്നെ ഒന്നിങ്ങനെ പകുതിയായിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് നമുക്കിനി അതിൽ കുറച്ചും കൂടി ഒന്നിങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഞാനിങ്ങനെ വേറൊരു എഗ്ഷെല്ലിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് മെറ്റാലിക് ഗോൾഡ് ആണ്. അപ്പോൾ ആ ഒരു ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ അടിച്ച് കൊടുത്താൽ കേട്ടോ. പക്ഷേ അത്രക്കൊരു നീറ്റായിട്ട് കിട്ടുന്നില്ല. ഒരു ഗോൾഡൻ കളർ എത്ര നോക്കി ഞാൻ 2 കോട്ടായിട്ട് അടിച്ച് നോക്കിയിട്ടൊന്നും അത്രക്കൊരു ഫിനിഷിങ് വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പ്രേ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ കളർ ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കാടമുട്ടയുടെ ആ ഒരു ഷെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഗോൾഡൻ കളർ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഇതുപോലെ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ഡോട്ടൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അത്ര പെയിൻറ്റ് അടിച്ചിട്ട് അത് റെഡി ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 2 കാടമുട്ടയുടെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു കാടമുട്ടയുടെ ഒരു ഷെല്ല് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ പിന്നെ അടുത്ത ഒരു ഷെല്ലിന് ഞാനിങ്ങനെ വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ അടിച്ചിട്ട് ആദ്യത്തെ ഒരു കോട്ട് അടിച്ച സമയത്തൊന്നും അത്രക്കൊരു ഫിനിഷിങ് കിട്ടുന്നില്ല, കാരണം അതിലിങ്ങനെ ഡിസൈൻസ് ഒക്കെ ഉള്ളതല്ലേ. പിന്നെ ഞാൻ ഒരു കോട്ടും കൂടി അടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു വലിയൊരു എഗ്ഷെല്ലും ഞാൻ ഇതുപോലെ തന്നെ വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കളർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ കുറച്ചുകൂടി നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ ലൈൻസ് പോലെ ചെയ്തിട്ടുള്ള ആ ഒരു എഗ്ഷെല്ലിലും ഇങ്ങനെ വൈറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ഇങ്ങനെ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു നീറ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഒരു ബ്ലാക്ക് ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെയാണ് ഞാൻ ഓർത്തത്, അപ്പോൾ ആ ഒരു എഗ്ഷെല്ലിൽ ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ആയിട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഞാൻ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ഗോൾഡാണ്. എന്നിട്ടൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് എഗ്ഗിൽ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനല്ല, അങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേരൊക്കെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം വരച്ചപ്പോൾ അത്രക്കൊരു തെളിഞ്ഞിങ്ങനെ കാണാത്തതുകൊണ്ട് വീണ്ടും അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്നും കൂടെ വരച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയൊരു എഗ്ഗ് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാടമുട്ടയുടെ അതിൽ ഷെല്ലിൽ ഞാനിങ്ങനെ ഇതുപോലെ ഒരു ഗോൾഡൻ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്തിട്ട്, പക്ഷേ അതിൽ അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ആ ഒരു ഗോൾഡൻ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈൻസ് പോലും ഒന്ന് ക്ലിയർ ആവാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എഗ്ഷെൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ആ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഗോൾഡൻ കളർ അടിച്ച പോലെ ആ ഒരു വൈറ്റിൽ അത്രക്കൊരു ഭംഗിയില്ല. എന്നാൽ ആ ഒരു കോമ്പിനേഷൻ്റെ കൂടെ അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഒരു വൈറ്റ് എഗ്ഷെൽ എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു എഗ്ഷെൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഇങ്ങനെ ഫെവിക്കോൾ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗ്ഷെൽസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു എഗ്ഷെല്ലിന് പുറത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ അധികം അടുത്തടുത്തായിട്ട് ഒട്ടിക്കാതെ ഇങ്ങനെ കുറച്ച് വിട്ട് ഒട്ടിക്കുക. അങ്ങനെ ആകുന്ന സമയത്താണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഒരു ബ്ലാക്ക് കളറും കൂടെ ഇങ്ങനെ കാണുമ്പോൾ ഒന്നിങ്ങനെ ക്രാക്ക്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഭംഗി ഉണ്ടാവുക വരെ ഒരു വിണ്ട് കയറിയിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ അതുപോലെ പീസസ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് വലുതും ചെറുതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് സൈഡും കൂടെ ഒന്നിങ്ങനെ ഒട്ടിക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു എഗ്ഷെല്ലാണ്. അപ്പോൾ അതിൽ ആ ഒരു ഗോൾഡൻ കളർ അടിച്ചിട്ട് അത്രക്കൊരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ആ ഒരു എഗ്ഷെൽ എന്നെ ഒന്നിങ്ങനെ ഒട്ടിച്ച് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വൈറ്റ് ആ ഒരു എഗ്ഷെല്ലിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടാണ് ഒട്ടിക്കുന്നത്, അപ്പോഴേ ആ ഒരു ഗോൾഡൻ കളറൊക്കെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള എഗ്ഷെൽസ് ഒക്കെ നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വൈറ്റ് ഗോൾഡൻ ആ ഒരു 3 കളറിൽ കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു എഗ്ഷെല്ലിൽ ഇങ്ങനെ ഒന്നിൽ നമ്മൾ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്തു. പിന്നെ ഒന്ന് ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുള്ളത് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3D ഔട്ട്ലൈനർ ആകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വരില്ല. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ ഒരു എഗ്ഗിൽ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബ്ലാക്കിൽ വൈറ്റും ആ ഒരു ഗോൾഡനിൽ വൈറ്റും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്രാക്ക്ഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തപ്പോഴും നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ലൈൻസ് പോലെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഗോൾഡൻ കളർ അടിച്ചിട്ടുള്ള ആ ഒരു എഗ്ഗ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ കൂടെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ബ്ലാക്ക് വൈറ്റ് ഗോൾഡൻ കളറിലുള്ള ആ ഒരു ഈസ്റ്റർ എഗ്ഗ് ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ഈസ്റ്റർ എഗ്ഗ് കുറേ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രാക്ക്ഡ് ആയിട്ട് തന്നെ കുറച്ച് കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബേസ് കോട്ട് അടിച്ചിട്ടും ബേസ് കോട്ട് അടിക്കാതെയൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്കങ്ങനെ ചിലവൊന്നുമില്ല, ആകെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ പെയിൻറ്റ് കയ്യിലില്ലാത്തവർക്ക് ഡെക്കോപേജ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ എഗ്ഷെല്ലിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡെക്കോപേജ് ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ കളർഫുൾ ആയിട്ടൊരു ഈസ്റ്റർ എഗ്ഗ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന എഗ്ഷെൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു ട്രെയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഉണങ്ങിയ പുല്ലൊക്കെ വെച്ച് കൊടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ വെച്ചാലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്കത് കാണിക്കാൻ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ട്രേ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഈസ്റ്റർ എഗ്ഗിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ക്രാക്ക്ഡ് ടൈപ്പ് ഈസ്റ്റർ എഗ്ഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ളത് എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബ്ലാക്ക് വൈറ്റ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലുള്ള ഒരു ഈസ്റ്റർ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മ്യൂസിക് നമ്മൾ ഒരു ഇലക്ഷൻ്റെ ആ ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ഒരു മ്യൂസിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗണ്ട് കൊടുക്കാതെ. പിന്നെ സമയം ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹായ് പറയാനുള്ള ഒരു പേരൊന്ന് നോക്കാം. തീർത്ഥ, വേദിക, നന്ദന, ബീജ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.